ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഡാറ്റ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് അല്ലേ. നമ്മൾ ആദ്യം മീൻ കാണണം. എബൌട്ടിന് ശേഷം വരുന്നത് ആരാണോ അതാണ് ആദ്യം കാണേണ്ടത്. എബൌട്ടിന് ശേഷം മീനാണ്. മീൻ ആദ്യം കാണണം. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡാറ്റാസുകളെല്ലാം താഴേക്ക് എഴുതണം. തന്നിരിക്കുന്ന ഡാറ്റാസ് താഴേക്ക് എഴുതണം. ആ ഡാറ്റാസ് ഇങ്ങനെ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. എക്സ് ഐ ഓരോ ഡാറ്റാസും താഴേക്ക് എഴുതാൻ പോവാണ്. ഏതൊക്കെയാണ്? 38, 70, 48, 40, 42, 55, 63, 46, 54, 44. വളരെ ശ്രദ്ധിച്ച് എഴുതാം ഡാറ്റാസുകളെല്ലാം. നമ്മൾ ആദ്യം തന്നെ കാണേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? എബൌട്ട് മീനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ കാണണം. എക്സ് ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഐ ബൈ എൻ ആണല്ലോ അല്ലേ. ഇങ്ങനെ കോമിട്ട് തന്നു കഴിഞ്ഞാൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുക. കേട്ടല്ലോ, ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോളൂല്ലോ അല്ലേ. ആഡ് ചെയ്ത് വരുമ്പോൾ 500 വരും. അവിടെ എഴുതി വെച്ചേക്കാം. 500 വരും. ആഡ് ചെയ്താൽ 500 കിട്ടും. അപ്പോൾ സിഗ്മ എക്സ് ഐ എത്ര കിട്ടി? 500 കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ എക്സ് ബാർ 50 കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. ഇതാണ് വേണ്ടത്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. കോമിട്ടാണ് തന്നിരിക്കുന്നത്. ഫോർമുല വരുന്നത് സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ ഈ ഫോർമുല എഴുതുമ്പോഴാണ് മനസ്സിലാവുക ഇനി എന്താണ് സ്റ്റെപ്പ് എന്ന്. മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാറിന് വേണ്ടി ഒരു കോളം വേണം അല്ലേ. എന്നിട്ട് സിഗ്മ എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഒരു ലിസ്റ്റായിട്ട് വരും. എന്നിട്ട് സിഗ്മ എടുക്കണം. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാറിന് വേണ്ടി ഒരു കോളം വരയ്ക്കാൻ പോവാണ് അല്ലേ. ഞാൻ ഇവിടെ കോളം വരയ്ക്കുകയാണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ബാർ 50 അല്ലേ. എക്സ് ബാറിന് ഞാൻ പകരം 50 എന്ന് നേരിട്ട് എഴുതിക്കോട്ടെ. അപ്പോൾ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എഴുതി അല്ലേ. ഇനി ഇത് നമ്മൾ അറിയാം എക്സ് ഐയുടെ ഓരോരോ വാല്യൂസുകൾ ഇവിടെ ഇട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എക്സ് ഐക്ക് 38 കൊടുത്താൽ 38 മൈനസ് 50 അത് എത്രയാണ്? അത് 12 ആണ്. ശരിയല്ലേ? അല്ല, എക്സ് ഐക്ക് ഞാൻ 38 കൊടുക്കാൻ പോവാണ്. എക്സ് ഐയുടെ വാല്യൂ ഇട്ട് കൊടുക്കണമല്ലോ. 38 മൈനസ് 50 ചെയ്താൽ 12 ആണ്. നെഗറ്റീവ് സൈൻ റിജക്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയാമല്ലോ. മോഡുലസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എഴുതണ്ട. ഇനി അടുത്ത 70 ആണ്. അപ്പോൾ 70 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 20 വരും. പിന്നെ 48 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ് വരിക. വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതണം. നെഗറ്റീവ് എഴുതരുതെന്ന് പറഞ്ഞിരുന്നു. 40 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ്. 42 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 8. 55 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 5. 63 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 13. 46 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 4. 54 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 4. ശരിയാണല്ലോ. ആൻഡ് 44 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 6. നെഗറ്റീവ് സൈൻ ഇടാതെ എഴുതണം. ഇനി ഫോർമുല നോക്കിയേ. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഈ എഴുതിയിരിക്കുന്ന ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ കിട്ടുക. അത് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല. ആഡ് ചെയ്തോളല്ലോ. 12 പ്ലസ് 20 പ്ലസ് 2 പ്ലസ് അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആഡ് ചെയ്ത് വരുമ്പോൾ 84 കിട്ടും. ഇവിടെ താഴെ എഴുതാം ഞാൻ 84 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആഡ് ചെയ്ത് തന്നപ്പോൾ 84 കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 10 ഒബ്സർവേഷൻസ് ആണ്.
അപ്പോൾ ചെയ്തു വരുമ്പോൾ 8.4 ആണ് ആൻസർ.